ഇപ്പോൾ യൂഷയാണ് നമുക്ക് കാണിക്കുന്നത്. അങ്ങനെ അവന് സ്വന്തമായിട്ട് ഒരു ചെറിയ സ്റ്റുഡിയോ വെച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഇവൻ ഐസിനെ വളച്ചിട്ട് അവരായിട്ട് റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആൾ ഇവനൊരു പ്ലേ ബോയാ. അതുകൊണ്ട് വരുന്ന ഒരു പെങ്കൊച്ചിനും അവൻ വെറുതെ വിടത്തില്ല. പോരാതെ അവിടെ വരുന്ന മിക്ക പെമ്പിള്ളാരും ഇവനെ കാണാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷെ അതേസമയം ഈ കാര്യം ഒന്നറിയാതെ ഷൗഷുങ്ങിന്റെ കൂട്ടുകാരിയും അവനെ തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കാരണം അന്ന് ലാബിൽ വെച്ച് സഹായിച്ച ഒരുത്തൻ ആരാന്ന് ഇവൾക്ക് അറിഞ്ഞു കാണത്തില്ല. അതുകൊണ്ട് ഇവൾക്കും ആ വ്യക്തിയെ കാണണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഇവൾ പറഞ്ഞ കഥയെ കേട്ടിട്ട് ഷൗഷുങ് അവളെ കളിയാക്കും. കുറെ കാലത്തിന് ശേഷം ഇപ്പോഴും ഒരു പയ്യന്റെ പുറകെ പോന്നേന്ന്. അതോടെ കൂട്ടുകാരി നാണിച്ചിട്ട് അവള് പെട്ടെന്ന് വിഷയം മാറ്റാൻ തുടങ്ങും. ജസ്റ്റ് അവനെ കണ്ട് താങ്ക്സ് പറയാൻ വേണ്ടി തപ്പുവെന്ന് പറഞ്ഞ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഷൗഷുങ് വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് അവളും ആ പയ്യനെ കണ്ടുപിടിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ അതിന് പകരം ഇതായിരിക്കും നല്ല ചാൻസ് എന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരിക്ക് ഒരു പയ്യനെ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറെ ആമ്പിള്ളാരുടെ ഫോട്ടോസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അവൾക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല. ഷൗഷുങ്, ഞാൻ നിന്നോട് പറഞ്ഞൊന്നും പോരാ, നീ നിന്റെ ബ്രോക്കർ പണി അങ്ങ് തുടങ്ങി. മര്യാദയ്ക്ക് എന്നെ വെറുതെ ഇടാവോ? ആ പയ്യനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നിന് ഇവളും പറയുമ്പോഴാണ് ഷൗഷുങ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ പയ്യനെ കണ്ടുപിടിക്കുന്നവരെ ഇവള് വെറുതെ ഇരിക്കത്തില്ലെന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരി അവളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി, എടി ഷൗഷുങ്, നീ എന്റെ കാര്യത്തിൽ കുറെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, നിന്റെ കാര്യം നീ മറന്നുപോയോ? ഇപ്പൊ നിനക്കും എനിക്കും ഒരുമിച്ച് നടക്കുന്ന ക്ലാസ് ഉണ്ട്, നീ അതിന് പോകുന്നില്ല? ഏതിനെ കൂട്ടുകാരി പറഞ്ഞോടെ അവൾക്ക് പെട്ടെന്ന് ആ കാര്യം കത്തിയിട്ട് അവിടെ നിന്നും പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് അവള് ആ പയ്യനെ തീർച്ചയായും കണ്ടെത്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവളും ക്ലാസ്സിന് ധൃതിയായിട്ട് ഓടി ചെല്ലുമ്പോഴാണ് ഇവളുടെ ഡ്രസ്സ് വീണ്ടും ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കുടുങ്ങും. അതോടെ നൂല് മൊത്തത്തിൽ ഊരി പോകുമ്പോഴാണ് അതേസമയം ഈ നൂലെല്ലാം കളക്ട് ചെയ്തോണ്ട് യൂഷി അവിടെയൊക്കെ നിൽക്കും. പക്ഷെ അവൾക്കാണ് ഒരു തവണ മാത്രം അവനെ കണ്ടതുകൊണ്ട് വലിയ ഓർമ്മയൊന്നും കാണത്തില്ല. പക്ഷെ ഇവള് നല്ല ഓർമ്മയുണ്ട്. കാരണം ഷൗഷുങ്ങിന്റെ ID കാർഡ് അവന്റെ കയ്യിലുള്ള. അതിനുശേഷം അവളും ഇവനിങ്ങനെ അടുത്തേക്ക് നിൽക്കുന്നുണ്ട്. ബാഗ് പോലും നല്ല രീതിയിൽ പൊക്കിയിടാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചോണ്ടിരിക്കും. കാരണം ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ പോലും ഇവളുടെ ഡ്രസ്സ് അങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി അവനും അവന്റെ ഷർട്ടൂരി അവൾക്ക് കൊടുത്തിട്ട് അത് അവന് പിന്നെ തിരിച്ചെന്നാ മതി എന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും പിന്നെ എപ്പോഴാ തിരിച്ചറിഞ്ഞെന്ന് ചോദിക്കുമ്പോഴാണ് അവനും നമ്മൾ തമ്മിൽ ഇനി കുറെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ ഇവളാണ് എവിടെ വെച്ചാണ് ഇവന് മീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു കൺഫ്യൂസോടെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് എനിക്കും ഇവൾ ഇട്ടേക്കുന്ന ഷർട്ട് കണ്ടിട്ട് ഇത് ആരുടെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവനും കുറച്ച് ജലസാവാൻ തുടങ്ങും. അതിനുശേഷം ടീച്ചറും ക്ലാസ് എടുക്കുമ്പോഴാണ് അവൾ പുസ്തകം കൊണ്ടെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ തന്നെ ബുക്ക് എടുത്ത് അവൾക്ക് ഷെയർ ചെയ്യും. അതിനുശേഷം ടീച്ചറും ഇന്നലെ പറഞ്ഞ പോലെ ടെസ്റ്റ് പേപ്പർ നടത്താൻ പോകുമെന്ന് പറയുമ്പോഴാണ് ഇവളാണ് മൊത്തം ഷോക്കായിരിക്കും, ഏത് ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞ്. അങ്ങനെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവൾ ഒന്നും അറിയാതിരിക്കുന്നിട്ട് എനിക്കായിരിക്കും അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതോടെ അവൾ സന്തോഷത്തിൽ അവനെ കൊണ്ട് കോപ്പി അടിക്കും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇവളും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരെ അടുത്തേക്ക് വരും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഓപ്പോസിറ്റ് ആ യൂഷയെ കണ്ട ഉടനെ മറ്റേ കൊച്ചും അവൻ ഈ കോളേജ് ഇപ്പൊ പോപ്പുലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതേട് ഷൗഷുങ്ങും പോപ്പുലർ ആയിട്ട് ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് അവള് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവളെ കണ്ട് അവൻ അടുത്തേക്കൊന്ന് നിൽക്കും. അതിനുശേഷം അവനും കളഞ്ഞുപോയി അവളുടെ ID കാർഡ് എടുത്തു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരുന്നത് ഇവൻ കാരണമല്ലേ അവളുടെ മുടി മൊത്തം ചീത്തയായതെന്ന്. അതിനുശേഷം അവളും ID കാർഡ് തിരിച്ചെന്നതിന് അവന് താങ്ക്സ് പറയുമ്പോഴാണ് അവനാണ് താങ്ക്സ് പറഞ്ഞാൽ പോരെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് ക്യാൻറ്റീനിലേക്ക് ചെല്ലും. അങ്ങനെ അവളുടെ പൈസക്ക് ഇവന് ഫുഡ് അടിച്ചു വരെ കഴിച്ചോണ്ടിരിക്കുമ്പം അവിടുത്തെ പിള്ളേരെല്ലാരും കൂടെ ഇവനെ ആയിരിക്കും വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഷൗഷിങ്ങിന് നാണക്കേട് സഹിക്കാൻ പറ്റാതെ എല്ലാരും നമ്മളെ നോക്കുമ്പോ എങ്ങനെയാടാ സമാധാനത്തിൽ കഴിക്കാൻ പറ്റുന്നതെന്ന് അവനോട് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവൻ ഇത് കേട്ടിട്ട് അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഫേമസ് ആയിപ്പോയി, അതുകൊണ്ട് എല്ലാരും നമ്മളെ നോക്കുക എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും ചുമ്മാതെല്ലാം നിന്നെ നോക്കുന്ന, നിന്റെ ഫേസിനകത്ത് ചോറ് ഇപ്പുണ്ട്, അത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കുമായിരിക്കും എന്നിന് ഇവൾ അവനാക്കുമ്പോഴാണ് അവന് ചോറ് എവിടാന്ന് പറഞ്ഞ് അവളോട് ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് NK നടന്നു വരുമ്പം ഇവൾ അവന്റെ ഫേസിനകത്ത് ചോറൊക്കെ തട്ടിക്കളയുന്നുണ്ട്. ഇവർ തമ്മിൽ സെറ്റ് ആകുമെന്ന് പറഞ്ഞ് അവൻ ഫുൾ ദേഷ്യത്തിലാവും. അതിനുശേഷം അവന് ഹോസ്റ്റലിലേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ റൂംമേറ്റ് ഒരുത്തനും ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി ഇവന്മാരുടെ ഫോണൊക്കെ എടുത്ത് ആദ്യം തന്നെ ടിക്കറ്റ് വാങ്ങിക്കാൻ പറയും. അങ്ങനെ ഇവന്മാരെല്ലാം കുറെ സമയം വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവസാനം വരെ ഇവന്മാർക്ക് ആർക്കും ആ ടിക്കറ്റ് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതോടെ ആ കൂട്ടുകാരന് ദേഷ്യത്തി ഇവന് കിട്ടാനുള്ള ടിക്കറ്റൊക്കെ വേറെ കുറെ പേർ തട്ടിക്കൊണ്ടുപോയെന്ന് ദേഷ്യപ്പെടുമ്പോഴാണ് എനിക്കൊക്കെയായിരിക്കും ഈ ഡയലോഗ് കൂടുതൽ കൊള്ളുന്നത്. അതോടെ അവന് കട്ടക്കലിപ്പി എന്റെ ഷൗഷുങ്ങിനെ മറ്റവും തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് അവൻ ഇതിനോർത്ത് ദേഷ്യത്തിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം കൂട്ടുകാരി ഷൗഷുങ്ങിനെ വിളിച്ചോണ്ട് പുറത്തേക്ക് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളാണ് കുറച്ച് സമയം പഠിച്ചിട്ട് ഇതൊന്നും നമ്മളെ കൊണ്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞ് അവള് പഠിക്കുന്നതങ്ങ് നിർത്തും. അപ്പോഴാണ് ഇത് കണ്ട് കൂട്ടുകാരിയും എടി ഷൗഷുങ്, നീ ഇപ്പൊ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളു, ഇനി നിനക്ക് അധിക സമയമൊന്നുമില്ല, നമ്മുടെ ഇംഗ്ലീഷ് എക്സാം വരാൻ പോവാ, അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചോ എന്നിനെ കൂട്ടുകാരെ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് അവളും പെട്ടെന്ന് പഠിക്കാൻ എനിക്കല്ല മനസ്സിലാവണ്ടേ, നീ ഇരുന്ന് പഠിച്ചോ, എനിക്കിവിടെ ഫുള്ളും ഡിസ്റ്റർബൻസാ എന്നിന് അവൾ പറയുമ്പോഴാണ് കൂട്ടുകാരെ അടുത്തേക്ക് വന്നിട്ട് ഡിസ്റ്റർബൻസോ, നീയല്ലടി ഈ സ്ഥലം ചൂസ് ചെയ്താ എന്നിന് ഇവരുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം NK ഷൗഷിന് മെസ്സേജ് അയച്ച് അവളെ ലൈബ്രറി പഠിക്കാൻ വേണ്ടി വിളിക്കും. അതോടെ അവൾ സന്തോഷത്തിൽ ഇപ്പൊ പഠിക്കാൻ മൂടായെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനെ കാണാൻ വേണ്ടി ലൈബ്രറിയിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം അവളും ഇംഗ്ലീഷ് പഠിക്കുന്നത് അവൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞ് പഠിക്കാതെ NK തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കും.
അപ്പനാണ് ഇത് കണ്ട് അവനും ചിരിച്ചിട്ട് ഇവളെ പഠിപ്പിക്കാൻ അവൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അടുത്തേക്ക് ഇരിക്കും. അതോടെ ശൗഷ്യങ്ങാണ് ഇവൻ പഠിപ്പിക്കുന്നൊന്നും കേൾക്കാതെ പഴയതുപോലെ തന്നെ അവനിങ്ങനെ വായി നോക്കി നിന്നോണ്ടിരിക്കും. അപ്പനാണ് അവനൊരു പോയം പറഞ്ഞു കൊടുത്തിട്ട് ഈ പോയത്തിനെ കുറിച്ച് അവൾക്കൊല്ലം അറിയാവും ചെയ്യിക്കും. അപ്പനാണ് അവളുടെ സ്വപ്നം മൊത്തത്തിൽ പോയിട്ട് എന്തുവാ ഈ പോയത്തിനെ കുറിച്ചോ, ഇല്ല എനിക്കറിയത്തില്ല എന്നിട്ട് അവളും പറഞ്ഞ ഉടനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവന് സൈലന്റ് ആകും. അതിനുശേഷം എനിക്ക് റൂമിലേക്ക് ചെന്നിട്ട് അവൻ ഇന്ന് തന്നെ ശൗഷ്യനെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. കാരണം ഇവന് മുമ്പേ മറ്റു യൂഷ്വലും പ്രൊപ്പോസ് ചെയ്ത പിന്നെ അവന്റെ ചാൻസ് മൊത്തത്തിൽ പോയി. അതുകൊണ്ട് ഇവന് നേരത്തെ തന്നെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അടുത്തിരുന്ന് അവന്റെ കൂട്ടുകാരനും ഒരു സിനിമ കണ്ട് കരഞ്ഞോണ്ടിരിക്കും. അപ്പനാണ് ഇത് കണ്ട് അവൻ അടുത്തേക്ക് ചെന്നിട്ട് ഏത് സിനിമ കണ്ടാണ് ഇത്തരം കരുന്നെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോഴാണ് ലവ് ലെറ്റർ എന്ന് പറഞ്ഞ സിനിമയിലെ റൊമാൻസ് ഉണ്ട് അവൻ കരയാന്ന് അറിയും. അതോടെ എനിക്ക് മനസ്സിലാക്കും ഇവൾക്ക് മെസ്സേജ് അയക്കുന്ന പകരം ഒരു ചെറിയ പേപ്പറിനകത്ത് ലവ് ലെറ്റർ ചെയ്താന്ന്. അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം അവൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു പുസ്തകം കൊണ്ടുപോയിട്ട് അവൻ അതിനകത്ത് അവൾ ഇഷ്ടമെന്ന് പറഞ്ഞ് ഒരു പേപ്പറിനകത്ത് എഴുതി വെച്ചേക്കും. അതുകൊണ്ട് അവനാ പഠിക്കാൻ വേണ്ടി അവൾക്ക് ആ ബുക്ക് എടുത്തിട്ട് നല്ല വ്യക്തമായിട്ട് ആ ബുക്കിനകത്തുള്ള കാര്യങ്ങളൊക്കെ വായിക്കാൻ പറയുമ്പോഴാണ് അവളാണ് പഠിക്കുന്ന കാര്യത്തിനെ കുറിച്ചായിരിക്കും പറയുന്നതെന്ന് പറഞ്ഞ് അവളത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. പക്ഷെ ഇവനാണ് അവളിപ്പോ പ്രൊപ്പോസ് ചെയ്ത് കഴിഞ്ഞ് ഇനി അവളെ ലെറ്റർ വായിച്ചാൽ മതി ഇവർ തമ്മിൽ സെറ്റ് ആവാൻ. പക്ഷെ ഇവിടെ ശൗഷ്യങ്ങാണ് തിരിച്ച് റൂമിലേക്ക് ചെന്നിട്ട് എനിക്ക് തന്ന ബുക്കായതുകൊണ്ട് ഇത് തുറന്നു പോലും നോക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾ സുരക്ഷയായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവൾ ആ ബുക്ക് തുറന്നാൽ മാത്രമേ അവൻ പ്രൊപ്പോസ് ചെയ്ത കാര്യമൊക്കെ അറിയത്തുള്ളൂ. അപ്പനാണ് ഇത് കണ്ട് കൂട്ടുകാരിയും ഇതേപോലെ ഒരു ബുക്ക് അവളുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശൗഷ്യങ്ങിനെ ടാക്കുമ്പോഴാണ് ശൗഷ്യങ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇതേപോലെ എത്ര ബുക്ക് ഉണ്ടെങ്കിലും എനിക്ക് തന്ന ബുക്ക് പോലെ ആകത്തില്ലെന്ന് പറഞ്ഞ് അവൾ അതിനെ കുറെ കൊഞ്ചിക്കൊണ്ടിരിക്കും. അപ്പനാണ് ഇതെല്ലാം കണ്ട് കൂട്ടുകാർ സഹിക്കാൻ പറ്റാതെ അവൾ അവിടെ വെറുതെ കുത്തിയിരിക്കുമ്പോഴാണ് ശൗഷ്യങ് ആ ബുക്ക് എടുത്ത് സേഫാക്കി വെച്ചിട്ട് കൂട്ടുകാരോട് വന്ന് മറ്റേ ബുക്ക് പഠിക്കാൻ തരുമെന്ന് ചോദിക്കും. അപ്പനാണ് കൂട്ടുകാരിയും പഠിക്കാനല്ലേ എനിക്ക് ആ ബുക്ക് തന്നെന്ന് പറയുമ്പോഴാണ് ഇവളും തിരിഞ്ഞ് എനിക്ക് തന്ന ബുക്ക് നോക്കിയിട്ട് അത് അവൻ തന്ന ആദ്യത്തെ ഗിഫ്റ്റ് ആയതുകൊണ്ട് അതിനുള്ളിൽ ഒരു സ്ക്രാച്ച് പോലും വീഴാതെ ഇവൾ നോക്കിക്കോളും എന്ന് പറയും. അതുകൊണ്ട് ആ ബുക്കിന് പകരം കൂട്ടുകാരുടെ ബുക്ക് നോക്കിയായിരിക്കും പഠിക്കുന്നത്. അതേസമയം ഈ കാര്യം ഒന്നും അറിയാതെ എനിക്ക് ഇവിടെ നിന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും പ്രൊപ്പോസ് ചെയ്തിട്ട് അടുത്ത് എന്ത് പരിപാടിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ്. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം അവന് ശൗഷ്യനെ കാണാൻ വേണ്ടി ലൈബ്രറിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവളുടെ കൂട്ടുകാരുടെ ബുക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും അവൾ ആ ബുക്ക് തുറന്ന് ലവ് ലെറ്റർ വായിച്ചാണെന്ന് പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ സന്തോഷിച്ച് ചോദിക്കും, ശൗഷ്യങ് നീ ആ ബുക്ക് തുറന്ന് വായിച്ചു നോക്കിയായിരുന്നു? എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് അവൾ മനസ്സിൽ വിചാരിക്കും ഇനിയിപ്പോൾ ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവൾ കുറച്ച് ടെൻഷനായിട്ട് ആ ബുക്കിനകത്തുള്ള എല്ലാം അവൾ പഠിച്ചെന്ന് പറയും. അപ്പോഴാണ് അവന് സന്തോഷത്തി ഇവൾ ലവ് ലെറ്റർ വായിച്ചാണെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ചോദിക്കും. എങ്കിൽ പിന്നെ ആ ബുക്കിനകത്തൊരു പേപ്പർ ഉണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് ഇതിന്റെ അഭിപ്രായം എന്തോ? എന്നിട്ട് ഇവൾക്ക് ഇവന് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോഴാണ് അവൾക്ക് അതൊന്നും മനസ്സിലാവാതെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും, ദൈവമേ ആ ബുക്കിനകത്തകത്ത് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, നീ അതിനകത്ത് ഇക്വേഷൻ ചെയ്ത് വെച്ചിട്ട് എന്നോട് അവൻ ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, എനിക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എന്നിട്ട് ഇവളും പേടിച്ചോണ്ട് അവനോട് പറയും എനിക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഇല്ല. എന്നിട്ട് ഇവളും പറഞ്ഞ ഉടനെ അവനും പെട്ടെന്ന് ഷോക്കാകും, അതെന്തുവാ നിനക്കപ്പോ അതിനെക്കുറിച്ച് ഒരു ഉത്തരം പറയാനില്ല? എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് അവൾ അവനോട് സോറി പറയും, സോറി എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഉത്തരം പറയാനില്ല, സോറി, ഞാൻ ഇനി മേലെ ഇതുപോലും ചെയ്യത്തില്ല, പ്ലീസ് ഈ തവണ മാത്രമേ ക്ഷമിച്ചേക്ക്. എന്നിട്ട് ഇവൾ ആൻസർ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവനാണ് മൊത്തം തകർന്നു പോയിട്ട് അപ്പൊ ഇവൾക്ക് അവനോട് ക്രഷില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെ പാവം നമ്മുടെ പയ്യനും അവൾ റിജക്ട് ചെയ്തേന്ന് പറഞ്ഞ് ഇവിടെ തകർന്നുമായിരിക്കും. അതേസമയം ഇവൻ എനിമിയായിട്ട് വിചാരിക്കുന്ന ആ യൂഷയും അടുത്ത് തന്നെ കാണും. അങ്ങനെ അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ജിമ്മിൽ ശൗഷ്യങ്ങും അവിടെ ഉള്ളവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കും, എടാ ഗേൾസിനെ വീഴ്ത്താൻ നിങ്ങളൊന്നും കഷ്ടപ്പെടണ്ട, ആദ്യം നമ്മളെ സെറ്റ് ആക്കണം, എന്നിട്ട് വേണം നീയൊക്കെ പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ, അതിന് ആദ്യം ബോഡി ഫിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും എന്നിന് ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം എനിക്ക് അവിടേക്ക് നടന്നു വരും. അപ്പനാണ് ഇത് കണ്ട് ശൗഷ്യങ്ങും ഇവൻ എന്തിനാ ഇവിടേക്ക് വരുന്നെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവന് ജിമ്മിൽ ചേരാൻ പോവാന്ന് പറഞ്ഞ് ശൗഷ്യങ്ങിനോട് ചെന്ന് പറയും. അതോടെ നമ്മളെല്ലാവരും ഷോക്കായിരിക്കും, അവൾ റിജക്ട് ചെയ്തോണ്ടായിരിക്കും ഇവൻ ജിമ്മിലേക്ക് വരാൻ തുടങ്ങിയെന്ന്. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവൾക്ക് വേറെ എല്ലാവരും ഇഷ്ടമാണെന്ന് അറിയാൻ വേണ്ടിയാ അവൻ ഇവിടേക്ക് വന്ന്. അതുകൊണ്ട് അവന് നൈസിന് വർക്കൗട്ട് ചെയ്യുന്ന ഇടയ്ക്ക് ഇവനോട് സംശയം ചോദിക്കും, പിന്നെ ശൗഷ്യങ് നീയും ഷോയിഫാനും കൂടെ കുറെ വർഷമായിട്ട് ഫ്രണ്ട്സ് അല്ലേ, അവൾക്കറിയാവുന്ന വേറെ വല്ലതും ഫ്രണ്ട്സ് ഉണ്ടോ? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും, ഓ എന്റെ ബോസിനെ കുറിച്ചാണ് നീ ചോദിക്കുന്നത്, എന്റെ ബോസിന് 109 ബ്രോസ് ഉണ്ട്, അതിലൊരാളാ ഞാൻ.
ഞാൻ. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവനും എന്തുവാ 150 ബ്രോസ് ഉണ്ടോ? അപ്പോ അവൾക്കറിയാവുന്ന 150 പയ്യന്മാരുണ്ടെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും അങ്ങനല്ല, 150 ചുമ്മാ ഒരു കണക്കിന് പറഞ്ഞ. കുറച്ച് കൂടുതൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. കാരണം സ്കൂളിൽ ഞങ്ങളുടെ ബോസ് മാസല്ലായിരുന്നു. നിന്നെയൊക്കെ സഹായിച്ച് നീ മറന്നോയോ? പിന്നെ ബോസ് എന്നോട് മാത്രമേ ഉള്ളൂ കുറെ ക്ലോസ് ആയ, ബാക്കിയുള്ളവരൊക്കെ ചുമ്മാ കാണുന്നുണ്ട്, അത്രയൊക്കെ ഉള്ളു. എന്നിട്ട് ഇവനും പറഞ്ഞോടെ എനിക്ക് ആശ്വാസപ്പെട്ടിട്ട് അപ്പൊ നീ മാത്രമേ ഉള്ളൂ അവളായിട്ട് ക്ലോസ് ആയിട്ടുള്ള, പക്ഷെ നീ അവളുടെ ഫ്രണ്ട് അല്ലേ? ശരി എന്നാ എങ്കിൽ പിന്നെ ഞാൻ ജിമ്മ് നിർത്തുക. എന്നിട്ട് അവനും പറഞ്ഞിട്ട് പോയതോടെ ഇവിടെ ഷൗഷും മൊത്തത്തിൽ ചമ്മിപ്പോവും. അതിനുശേഷം ഇപ്പൊ കോളേജ് ഇവർക്ക് എക്സാം നടത്തുമ്പോഴാണ് ഷൗഷും പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അവളും ജയിക്കുവോ തോക്കോ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിട്ട് എക്സാം കഴിഞ്ഞോണ്ട് രാത്രി പുറത്തേക്ക് പോയി അടിച്ചു വിളിക്കാന്ന് പറയും. ഇത് കേട്ട് അവളും വരുന്നില്ലെന്ന് പറയാൻ വരുമ്പോഴാണ് അവൾ എൻകെയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അതോടെ ഷൗഷ്യം പെട്ടെന്ന് എൻകെ ഉണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ പോകാൻ തീരുമാനം എടുക്കും. അങ്ങനെ അന്ന് രാത്രി ഇവരെല്ലാം പുറത്തുപോയി പാട്ടുപാടി എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഷൗഷ്യം കാണാൻ എൻകെ എവിടെന്ന് പറഞ്ഞ് അവനെ തപ്പിക്കൊണ്ടിരിക്കും. പക്ഷെ അവൻ അവിടെ കാണത്തില്ല. അതുകൊണ്ട് അവന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് ഞാൻ ചോദിക്കും, എടാ എനിക്ക് എന്ത് ഇതുവരെ വരാത്ത, നിങ്ങൾ അവനെ വിളിച്ചില്ലായിരുന്നു? എന്നിട്ട് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും അവൻ റൂമിൽ നിന്ന് അവന്റെ ലക്കേജ് ഒക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുക, അവൻ താമസം മാറാൻ പോവാന്ന്. എന്നിട്ട് ഇവനും പറഞ്ഞോടെ ഇത് കേട്ട് ഇവള് ഷോക്കാവും. അതിനുശേഷം അവള് എനിക്കില്ലാത്തോണ്ട് ഇവരോടൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അപ്പനാണ് അതേസമയം ഇവരുടെ കോളേജ് പഠിക്കുന്ന സീനിയറും വന്നിട്ട് നമ്മുടെ ഷൗഷിനെ വളച്ചിടാൻ നോക്കും. പക്ഷെ അവളാണ് താല്പര്യമില്ലാതെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഇവൻ ഫോഴ്സ് ചെയ്ത് അവളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പനാണ് അവിടേക്ക് വരുന്ന യൂസ് ചെയ്യും. ഇവിടെ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് മറ്റവനെതിർ സംസാരിക്കും. കാരണം ഇവനും ഇവളുടെ സീനിയറാ. അതോടെ അവന് യൂഷയെ കണ്ട ഉടനെ ഇവന്റെ ലൈനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ നൈസിന് അവിടെ നിന്ന് പോകും. അപ്പനാണ് ഇത് കണ്ടിട്ട് അവളും അവനെന്താ ഇപ്പൊ പിറുവിർത്തോണ്ടേ പോയെന്ന് ചോദിക്കുമ്പോഴാണ് യൂഷ അതൊന്ന് മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവളെയും വിളിച്ചോണ്ട് പാർട്ടി ചെയ്യാൻ വേണ്ടി പോകും. അപ്പനാണ് ഇവൾ അകത്തേക്ക് കയറുമ്പം ഇപ്പൊ അവിടെ എനിക്ക് കാണും. കാരണം ഇവിടെ പ്രശ്നം നടക്കുന്ന സമയത്ത് അവൻ അകത്തേക്ക് കയറിപ്പോയി. അതോടെ ഇവൾ സന്ദേശത്തിൽ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവനാണ് ഇവരുടെ ഒരുമിച്ചെന്ന് കണ്ട് വീണ്ടും അവൾ റിജക്ട് ചെയ്തേക്ക് ആലോചിച്ച് നോക്കും. ഇവൻ കാരണമായിരിക്കും അവളെ ലൈബ്രറിയിൽ വെച്ച് ഇവന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞേക്ക്. പക്ഷെ സത്യത്തിൽ ഇവൻ പ്രപ്പോസ് ചെയ്ത പോലെ അവൾ അറിയത്തില്ല. അതറിയാതെ പാവം അവനും കുറെ ആലോചിച്ച് നോക്കി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനുശേഷം അവളും എനിക്ക് ഇഷ്ടപ്പെട്ട ഏത് പാട്ടാന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോഴാണ് അവൻ ഇവള് പറയുന്ന ഒന്നും കേൾക്കാതെ അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തകർന്നു പോയിരിക്കും. അപ്പനാണ് ഇത് കണ്ട് യൂഷയും ഷൗഷുങ്ങിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവൻ ഏത് പാട്ടാണെന്ന് അവളോട് ചോദിച്ചോണ്ടിരിക്കും. അതോടെ ഇവരുടെ വീണ്ടും സംസാരിക്കുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് വെറുതെ ജലസ് ആയിക്കൊണ്ടിരിക്കും. അപ്പനാണ് ഇവര് പാട്ട് ചൂസ് ചെയ്യുമ്പം ഷൗഷിങ് ഇടുന്നത് ഒരു പിയാനോയുടെ മ്യൂസിക് ആയിരിക്കും. കാരണം എനിക്കൊക്കെ അത് ഇഷ്ടമുള്ളതുകൊണ്ട് അവൾ ആ പാട്ടാ സെലക്ട് ചെയ്തത്. അപ്പനാണ് ഇത് കണ്ട് ഇവെല്ലാം ഷോക്കാകുമ്പം ഈ മ്യൂസിക് എന്തിനാ ഇട്ടേന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ ഷോക്കായിരിക്കും. അതിനുശേഷം ഇവൾ ഓടിച്ചെന്ന് അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ഈ പാട്ട് കേൾക്കാൻ കിടില്ല എന്ന് പറയുമ്പോഴാണ് അവ രണ്ടുപേരും കൂടെ ഈ പാട്ടിന് ഒറ്റയ്ക്ക് വൈബ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിനുമുമ്പ് നമുക്കൊരാളെ ഇന്റർവ്യൂ ചെയ്യാം. എടാ ഷൗഷുങ്, നിനക്കും നമ്മുടെ ഷോയിഫാൻ ഇഷ്ടമല്ലേ? അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് അവൾ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അവളുടെ പുറകെ പോകുന്നില്ല. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അവളെ മാത്രമല്ല എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന രേവതിയും അപ്പുറത്തെ ക്ലാസ്സിലെ ഗോമതിയും ഇങ്ങനെ കുറേ പേര് ഞാൻ വായി നോക്കാറുണ്ട്. അതിലൊന്നായിരുന്നു എൻ്റെ ഷൗഷുങ്ങും. പക്ഷെ ഇവരൊക്കെ ഞാൻ മാത്രമേ നോക്കുന്നുള്ളൂ, അവരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിന് മേലെ ആവർത്തിക്കല്. ഡേ ക്യാമറമാൻ, ഇനി ചോദ്യം ഒന്നും ചോദിക്കേണ്ട, വച്ചിട്ടോ.